ഭാഗ്യാന്വേഷികളുടെ ഇഷ്ട ലോട്ടറിയാണ് 25 കോടി രൂപ സമ്മാനമായി ലഭിക്കുന്ന ഓണം ബമ്പർ. വിൽപ്പനയിൽ എല്ലാ വർഷവും പുതിയ റെക്കോർഡുകൾ നിർമ്മിക്കാൻ ഓണം ബമ്പറുകൾക്ക് സാധിക്കാറുണ്ട്. അതിനിടെ കഴിഞ്ഞ വർഷം മുതൽ സമ്മാനഘടനയിൽ വലിയ മാറ്റം വരുത്തിയിരുന്നു. ഇത് ഓണം ബമ്പർ എടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ മാറ്റം തന്നെയാണ് കൊണ്ടുവന്നത്. കൂടുതൽ പേർക്ക് സമ്മാനം ലഭിക്കുന്ന തരത്തിൽ മാറ്റം വരുത്തിയത് മലയാളികൾക്ക് ലോട്ടറി എടുക്കാൻ കൂടുതൽ പ്രചോദനമാവുകയാണ്. മുൻവർഷത്തെ പോലെ ഇക്കൊല്ലവും റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടാകുന്നതെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. 500 രൂപയാണ് ഓണം ബമ്പർ ടിക്കറ്റുകളുടെ വില. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഈ വർഷത്തെ ഓണം ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനം ജൂലൈ 28-ന് നിർവഹിച്ചത്. ശേഷം ടിക്കറ്റുകൾ കടകളിൽ എത്തിയതിന് പിന്നാലെ വിൽപ്പന പൊടിപൊടിക്കുകയാണ്. ഈ മാസം 27-ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ്. അങ്ങനെ നറുക്കെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വരും ദിവസങ്ങളിൽ വിൽപ്പന കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് നിഗമനം. നറുക്കെടുപ്പിന് 2 ദിവസം ശേഷിക്കെ വിൽപ്പനയിൽ പലതവണ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. അവസാന നിമിഷം കൂടുതൽ ടിക്കറ്റുകൾ അച്ചടിക്കണോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും അതിനുള്ള സാധ്യതയാണ് ബന്ധപ്പെട്ടവർ മുന്നിൽ കാണുന്നത്. ഭാഗ്യക്കുറിയുടെ പ്രകാശനം നടന്നതിന് ശേഷം 70 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റുപോയത്. കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി ഇത്തവണയും പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മാത്രം ഇതുവരെ 10,66,720 എണ്ണം ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലും ടിക്കറ്റ് വിൽപ്പന പൊടിപൊടിക്കുകയാണ്. തിരുവോണ ബമ്പറിന്റെ ഒന്നാം സമ്മാനം 25 കോടി രൂപയും രണ്ടാം സമ്മാനമായി ലഭിക്കുന്നത് 1 കോടി രൂപ വീതം 20 പേർക്കുമാണ്. രണ്ടാം സമ്മാനമായി ഇത്രയും പേർക്ക് ലഭിക്കുന്ന തുക തന്നെയാണ് ഭാഗ്യാന്വേഷികളെ മോഹിപ്പിക്കുന്ന പ്രധാന ഘടകം. മാത്രമല്ല, മൂന്നാം സമ്മാനമായി 50 ലക്ഷം രൂപ വീതം 20 പേർക്കും ലഭിക്കും. 5 ലക്ഷം വീതം 10 പേർക്കാണ് നാലാം സമ്മാനമായി ലഭിക്കുക. അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും ലഭിക്കും. കൂടാതെ 5000 മുതൽ 500 രൂപ വരെയും സമ്മാനമായി ലോട്ടറി എടുത്തവർക്ക് നറുക്കെടുപ്പിലൂടെ ലഭിക്കും. ഇനി ഈ ബമ്പർ അടിച്ചാൽ എങ്ങനെ കൈപ്പറ്റണമെന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ടാകും. ഏത് ലോട്ടറി എടുത്താലും ആദ്യം ചെയ്യേണ്ടത് അതിന് പിന്നിൽ നിങ്ങളുടെ പേരും മേൽവിലാസവും രേഖപ്പെടുത്തുക എന്നതാണ്. ഇതിലൂടെ നിങ്ങൾ വാങ്ങിയ ലോട്ടറിയാണിതെന്ന് ഉറപ്പിക്കുക. ശേഷം നറുക്കെടുപ്പ് ഫലം എത്തുമ്പോൾ ടിക്കറ്റിലെ നമ്പർ കൃത്യമായി പരിശോധിച്ച ശേഷം സമ്മാനം കൈപ്പറ്റുന്നതിനായി അപേക്ഷിക്കാം. ഇതിനായി സമർപ്പിക്കുന്ന അപേക്ഷയിൽ നിങ്ങളുടെ ശരിയായ പേരും വിലാസവും രേഖപ്പെടുത്തണം. പിന്നീട് സമ്മാനത്തിന് അർഹമായ ടിക്കറ്റിന്റെ 2 ഭാഗങ്ങളുടെയും കോപ്പിയെടുത്ത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. മാത്രമല്ല, സമർപ്പിക്കുന്ന അപേക്ഷയ്ക്കൊപ്പം 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നൽകണം. ഇത്തരത്തിൽ സമർപ്പിക്കുന്ന ഈ ഫോട്ടോയും ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം ലോട്ടറി വെബ്സൈറ്റിൽ നിന്നും സ്റ്റാമ്പ് രസീത് ഫോറം ഡൗൺലോഡ് ചെയ്ത് അതിൽ 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കുകയും ഓരോ കോളവും ശരിയായ രീതിയിൽ പൂരിപ്പിക്കുകയും വേണം. ഇനി പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്കാണ് സമ്മാനം ലഭിക്കുന്നതെങ്കിൽ അപേക്ഷയ്ക്കൊപ്പം രക്ഷിതാക്കളുടെ വിവരങ്ങളും ഹാജരാക്കണം. ഒന്നിലധികം ആളുകൾ ചേർന്നെടുത്ത ടിക്കറ്റ് ആണെങ്കിലും ഒരാൾക്ക് മാത്രമേ സമ്മാനം കൈപ്പറ്റാനുള്ള അർഹതയുണ്ടാവുകയുള്ളൂ. അതിനായി എല്ലാവരും ചേർന്ന് ഒരാളെ തിരഞ്ഞെടുത്ത ശേഷം ഈ വ്യക്തിയെ ചുമതലപ്പെടുത്തുന്നതിന് മറ്റുള്ളവരെല്ലാം ചേർന്ന് 50 രൂപയുടെ മുദ്രപത്രത്തിൽ സാക്ഷ്യപ്പെടുത്തി ലോട്ടറി വകുപ്പിൽ സമർപ്പിക്കണം. നൽകുന്ന അപേക്ഷയ്ക്കൊപ്പം തിരിച്ചറിയൽ കാർഡും സമർപ്പിക്കാം. അതിനായി വോട്ടർ ID, പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സഹകരണ ബാങ്ക്, ദേശസാൽകൃത ബാങ്ക്, ഷെഡ്യൂൾ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിലും ടിക്കറ്റ് സമർപ്പിക്കാവുന്നതാണ്. ബാങ്കിലാണ് ടിക്കറ്റ് നൽകുന്നതെങ്കിൽ സമ്മാനത്തിന് അർഹനായ ആളിൽ നിന്നും അധികാര സാക്ഷ്യപത്രം, സമ്മാനത്തുക വാങ്ങാൻ അധികാരപ്പെടുത്തിയ സാക്ഷ്യപത്രം, ബാങ്കിന്റെ സാക്ഷ്യപത്രം എന്നീ രേഖകൾ ബാങ്ക് നേരിട്ട് സംസ്ഥാന ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് അറിയിക്കും. അതേസമയം സമ്മാന അർഹമായ ലോട്ടറി നഷ്ടപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്താൽ സമ്മാനം ലഭിക്കണമെന്നില്ല എന്നതും ഓർക്കേണ്ടതാണ്. അതിനാൽ ലോട്ടറി എടുത്താൽ അത് സൂക്ഷിച്ചു വെക്കാൻ മറക്കണ്ട. ഈ വർഷത്തെ ഓണം ബമ്പർ നിങ്ങൾക്ക് തന്നെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.